ബുദ്ധിമുട്ടുള്ളൊരു ആസ്പെക്ട് പറയാം. ഇപ്പോൾ ഈ പറയുന്ന എക്സ്പ്രസീവ് ഞാനും അഗ്രി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതേസമയം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊച്ചിനെ കാണുന്നു, യു സോ ക്യൂട്ട്, സോ ലവ്, റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പ്രാവശ്യമെങ്കിലും പറയും. ദേ ആർ ടു മച്ച് എക്സ്പ്രസീവ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഐ കൻ നോട്ട് ബി ദാറ്റ് മച്ച് എക്സ്പ്രസീവ് ആൻഡ് ഐ ഫീൽ ഫേക്ക് ഞാൻ അങ്ങനെ ചെയ്താൽ. കാരണം എനിക്കൊരു കുട്ടി കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി ആ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. എക്സ്പ്രസീവ് ആവുന്നതിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഒരു ഫോറസ്റ്റിൽ കൂടെ ഒരു സ്ത്രീ നടന്നു പോയിട്ട് ഓരോ മരത്തിനോട് ചെന്നിട്ട് ഇടിച്ചിട്ട് എക്സ്ക്യൂസ് മീ താങ്ക് യു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ട. എക്സാക്ട്ലി നമ്മൾ കുറെയൊക്കെ നമ്മൾ റിയൽ ആവുക, ഓപ്പൺ ആവുക, ഹോണസ്റ്റ് ആവുക, പിന്നെ ഈഗോ എടുത്ത് കളയുക, ഇങ്ങനെയൊക്കെ പറയുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ ഐ തിങ്ക് വെരി ഫ്ലുവന്റ്. ഇപ്പൊ നമ്മള് ഈ സട്ടിലായിട്ടുള്ള ഇപ്പൊ ആക്ടിങ് എന്നൊക്കെ പറയില്ല, നമ്മൾ സിനിമകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് സിനിമകളെ എല്ലാത്തിലും എക്സ്പ്രസിങ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ കണ്ടു നമ്മൾ എക്സ്പ്രഷൻ ഇല്ലാതാവുക. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ബ്രോ, ഈ ഏറ്റവും പ്രധാന കാര്യം